നമസ്കാരം. സ്വാമിജിയുടെ ഏറ്റവും പുതിയ പുസ്തകം വാട്ട് വി ആർ ആൾ അബൌട്ട് ഇതിനകം തന്നെ വലിയ ചർച്ചാ വിഷയമായി കഴിഞ്ഞിരിക്കുകയാണ്. ആ പുസ്തകം ഞാനും ഏകദേശം ഒന്ന് വായിച്ചു കഴിഞ്ഞു. അതിൽ സ്വാമിജി മനസ്സിൻ്റെ ഒരുപാട് ഡയമെൻഷനെ പറ്റി പറയുന്നുണ്ട്. പ്രധാനമായിട്ട് എനിക്കൊരു സംശയമുള്ളത് ഈ സ്വപ്നാവസ്ഥയിലിരിക്കുന്ന മനസ്സും ജാഗ്രതാവസ്ഥയിലിരിക്കുന്ന മനസ്സും തമ്മിലുള്ള പ്രധാന വിജാതീയതകൾ എന്തൊക്കെയാണ് ചുരുക്കി പറയാം. പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ ഈ സ്വപ്നം ജാഗ്രത എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് നമ്മളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഉറങ്ങുന്നില്ല, നമ്മൾ ഉണരുന്നുമില്ല. ഈ പറഞ്ഞ സ്വപ്നവും ജാഗ്രതയും ഒക്കെ തമ്മിൽ വന്നു പോകുന്ന അവസ്ഥകളാണ്. സുഷുപ്തി നമ്മളൊന്നാണ് വെക്കുന്നത്. അപ്പോൾ അതിന് ചെറിയ വിവാദമുണ്ട്. ആ വിവാദം പറഞ്ഞാൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകും. കാരണം സുഷുപ്തി ആണ് റിയാലിറ്റി എന്നൊരു കൺസെപ്റ്റുണ്ട്. മറിച്ച് തുരീയമാണ് റിയാലിറ്റി എന്ന് പറഞ്ഞ് വേറൊരു കൺസെപ്റ്റുണ്ട്. പക്ഷേ സുഷുപ്തി വരെ പോകുമ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. വീണ്ടും തുരീയം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് വിച്ച് നോട്ട് പ്രസൻറ്റ് ഇൻ സുഷുപ്തി ഈസ് നോട്ട് റിയൽ. സുഷുപ്തിയിലില്ലാത്ത ഒന്നും സത്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഷുപ്തി സ്വാഭാവികമായിട്ട് എല്ലാത്തിൻ്റെയും ഫണ്ടമെൻ്റലാണെന്ന് പറഞ്ഞെടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാഗ്രതയും സ്വപ്നവും വന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ സുഷുപ്തി എന്ന് പറയുന്നത് നമ്മളുടെ യഥാർത്ഥ നമ്മളാണ്. ആ നമ്മൾ ഉണരുന്നുമില്ല, ഉറങ്ങുന്നുമില്ല, സ്വാഭാവികമായി വന്നു. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ജാഗ്രതയിൽ ഉണർന്നിരിക്കുമ്പോൾ ഈ കാണുന്ന പ്രപഞ്ചം 4 ഡയമെൻഷനാണ്. നീളം, വീതി, പൊക്കം പ്ലസ് ടൈം, അതാണ് 4 ഡയമെൻഷനിൽ. അപ്പോൾ കണ്ണടയ്ക്കുമ്പോൾ ഇത് സിംഗിൾ ഡയമെൻഷനാകും, ടൈം മാത്രമാകും. ഈ ജാഗ്രത അവസ്ഥയിൽ ഈ നീളം, വീതി, പൊക്കം പ്ലസ് ടൈം. സ്വപ്നത്തിൽ ടൈം മാത്രം അവശേഷിക്കും. സുഷുപ്തിയിൽ വന്നിട്ട് 0 ഡയമെൻഷൻ, ടൈമും പോകും. അതെ, പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർ 10,000 എന്ന് പറയുന്നതാണ്. അപ്പോൾ അവിടെ ടൈമില്ല. അപ്പോൾ ആ ഈ ധ്യാനത്തിൻ്റെ എല്ലാം ആത്യന്തികമായ ഒരു തിയറി എന്ന് പറയുന്നത് ഈ സുഷുപ്തി അവസ്ഥ ജാഗ്രതയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ നമ്മുടെ ഇതിൽ ഞാൻ ആദ്യത്തെ പുസ്തകത്തിൽ അതാണ് കൂടുതൽ ചർച്ച ചെയ്തത്. ധ്യാനം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഉറക്കം തന്നെയാണ്. പക്ഷേ വൈൽ യു ആർ എവേക്ക്, നിങ്ങൾ എവേക്കായിരിക്കുമ്പോഴുള്ള ഉറക്കമാണ് ധ്യാനം. അപ്പോൾ ജാഗ്രത അവസ്ഥയിൽ സുഷുപ്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാ ധ്യാനവും അണ്ടർടേക്ക് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാം. ഈ പറഞ്ഞ അപ്പോൾ ജാഗ്രത 4 ഡയമെൻഷൻ, നീളം, വീതി ആക്കിയ പ്ലസ് ടൈം. സ്വപ്നം എന്ന് വന്നിട്ട് ടൈം മാത്രമാകും. അതുകൊണ്ട് ഇതിനെ സിംഗിൾ ഡയമെൻഷൻ എന്ന് പറയുന്നത്. മറ്റത് 0 ഡയമെൻഷൻ സുഷുപ്തി. അപ്പോൾ ഈ സുഷുപ്തി ജാഗ്രതയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാ ആത്മീയ പദ്ധതികളുടെയും അവസാനമായ ലക്ഷ്യം. അപ്പോൾ അതിനുള്ള മാർഗനിർദ്ദേശം തന്നെയാണ് പല രീതിയിലും പല ടെക്നിക്കുകളും എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാധാരണഗതിയിൽ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു അനുഭവത്തിന് 2 പാർട്ടുണ്ട്, 2 ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ എന്താണ് കമ്പണൻസ്. ആൻ എക്സ്പീരിയൻസ് ഹാസ് 2 കമ്പണൻസ് നോർമലി, സബ്ജക്റ്റ്, ഓബ്ജക്റ്റ്. അപ്പോൾ ഓബ്ജക്റ്റ് ഇല്ല എങ്കിൽ എക്സ്പീരിയൻസ് എന്താണ്? അവിടെ ടൈമില്ല. അപ്പോൾ അത് തന്നെയാണ് റിലേറ്റീവ് തിയറി ഒക്കെ പറയുന്നത്. അത് തന്നെയാണ്. ഇപ്പോൾ റിലേറ്റീവ് തിയറി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാക്കുന്ന രീതിയിൽ ഒന്ന് പറയാമോ എന്ന് ഐൻസ്റ്റീൻ്റെ അടുത്ത് ഇവിടെ ആവശ്യപ്പെട്ടു. അപ്പോൾ ഐൻസ്റ്റീൻ വളരെ ക്ലിയറായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നിങ്ങൾ ഒരു ഫ്രൈയിങ് പാൻ ഈ ചൂട് അതിൽ കയറി 1 സെക്കൻഡ് ഇരിക്കുന്നു, നിങ്ങൾക്ക് അത് 1 മണിക്കൂറായിട്ട് തോന്നുന്നു. നിങ്ങൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ മടിയിൽ 1 മണിക്കൂർ ഇരിക്കുന്നു, 1 സെക്കൻഡായിട്ട്. ഇതാണ് റിലേറ്റീവ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ നമ്മളെ സുഷുപ്തി അനുഭവം എന്ന് പറയുന്നത്. പരയുടെ പാല് നുകർന്ന അത് ഐൻസ്റ്റീൻ്റെ തിയറി തന്നെയാണ് ഈ പറയുന്നത്. അപ്പം
എക്സ്പീരിയൻസ് ടൈമിലല്ല നടക്കുന്നതെങ്കിൽ അവിടെ 0 ഡയമെൻഷനാണ്. ടൈം ഇല്ലാതായാൽ അവിടെ പിന്നെ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് കൊളാപ്സ് ചെയ്യാം. ഈ മനസ്സിൽ ഈ ടൈമിൻ്റെയും സ്പേസിൻ്റെയും സ്ഥാനം എങ്ങനെ ഇത് സ്പേസ് എന്ന് പറയുന്നത് ഉണർന്നിരിക്കുമ്പോൾ ഉള്ള ഈ 3 ഡയമെൻഷൻ തന്നെയാണ്. അത് ബോഡി റിലേറ്റഡ് ആണ്. ഇപ്പോൾ ബോഡി ഉള്ളപ്പോഴാണ് സ്പേസ് ഉള്ളത്. അപ്പോൾ ഇഫ് യു കുഡ് ഗോ ബിയോണ്ട് ദ ബോഡി, സ്പേസ് ഈസ് എലിമിനേറ്റഡ് ആൻഡ് മൈൻഡ് റിമൈൻസ്. സോ ഇഫ് യു കുഡ് ഗോ ബിയോണ്ട് മൈൻഡ്, ടൈം ഇവിടെ ഇല്ലാതാകും. അപ്പോൾ സ്പേസും ടൈമും ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അപ്പുറത്തായിരിക്കും. അതുപോലെ തന്നെ സ്വാമിജി ഇതിനകത്ത് വളരെ കൂടുതൽ വ്യക്തമാക്കി പറയുന്നുണ്ട് ഈ 0 ഡയമെൻഷൻ ആൻഡ് 0 ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിന് എങ്ങനെയാണ് സ്വാമി എന്ന് മനസ്സിലാക്കുക? അല്ല, ആ 0 ഡയമെൻഷൻ 0 പ്ലേസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. അതിനൊരു ലൊക്കാലിറ്റി ഇല്ല. അപ്പോൾ ലൊക്കാലിറ്റി ഇല്ലാതാകുമ്പോൾ ഇത് എവിടെയും ആകാം. അപ്പോൾ അത് ഇന്നടുത്താണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. സർവ്വവ്യാപി എന്നൊക്കെ പറയുന്ന മാതിരി. അപ്പോൾ ശരിക്കുള്ള ഒരു ആത്മീയ അനുഭവം എന്ന് പറയുന്നത് 0 ഡയമെൻഷൻ 0 ഡിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ അത് പ്ലേസ്ലെസ് പ്ലേസാണ്. ഒരു ചോദ്യം ഉണ്ട് സ്വാമി. സ്വാമിയുടെ ഏകദേശം 5 വർഷത്തിന് മുൻപാണ് മൈൻഡ് ദി ഗ്യാപ്പ് എന്ന് പറയുന്നൊരു പുസ്തകം. അപ്പോൾ വളരെ അടുത്താണ് വാട്ട് വി ആർ ആൾ അബൌട്ട് വന്നത്. ഇത് തങ്ങളിലുള്ള അകലം എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും? അകലം എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ ഈ ലോകത്തെല്ലാം പരിണമിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാം ഇവോൾവ് ചെയ്യുന്നു. അപ്പോൾ ഈ നമ്മുടെ പ്രധാനപ്പെട്ട ആ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ സെൻട്രൽ ഐഡിയ ഈസ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം ടൈപ്പ് 1. അത് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എവല്യൂഷന് വിധേയമായിട്ടുണ്ട്. അപ്പം ആ പരമമായ സത്യത്തിന് മാറ്റമില്ലെങ്കിലും സത്യമല്ലാത്ത കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് ആ പുസ്തകത്തിലും ബാധകമാണ്. അതിൽ പറയുന്ന കാര്യങ്ങളിൽ സത്യം മാത്രം മാറാതെ നിൽക്കുന്നു. പുറമേ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ മെഡിറ്റേഷനൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, ഇപ്പോഴത്തെ കാലഘട്ടത്തിന് വേണ്ടി പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൽ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഇപ്പോൾ പ്രധാന വ്യത്യാസമായിട്ട് പറയാൻ പറ്റുന്നത്. അല്ലാതെ സത്യം അറിയാനായിട്ടുള്ള ഒരു മാർഗമാണ്. അതിൽ വന്നിട്ട് ഈ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വിഷയം തന്നെയാണ്. ഇപ്പോൾ ഒരു ജീവിതത്തിൽ എല്ലാവർക്കും വിഷമങ്ങളുണ്ടെന്ന് ആരും പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു പ്രശ്നമുള്ള സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രശ്നം ബാധിക്കാത്ത ഏതെങ്കിലും സ്ഥലം നമ്മളിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെ ഒരു സ്ഥലമില്ല എങ്കിൽ ഇത് അറിയാനൊക്കില്ല. ഈ അറിയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ. ഇപ്പം എനിക്കൊരു പ്രോബ്ലം ഉണ്ട് എന്ന് ഞാൻ അറിയുന്നെങ്കിൽ ആ ഭാഗത്തെ ഇത് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു പ്രോബ്ലത്തിനും പ്രോബ്ലം ഡു നോട്ട് ഹാവ് ദ എബിലിറ്റി ടു നോ ഇറ്റ്സെൽഫ്. സോ വാട്ട് ഈസ് ദ നോയിങ് ദി പ്രോബ്ലം? That knowing element is what really we are എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ പറഞ്ഞ നോയിങ് എലിമെൻറ്റിനെ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നു, നോൺ അല്ലെങ്കിൽ പ്രോബ്ലത്തെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നു. ഈ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് ഡിവിഷൻ ആദ്യം ഉണ്ടാക്കിയെടുക്കാൻ പല കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോഴും പ്രോബ്ലത്തിൽ നിന്ന് റിലീഫ് ഉണ്ടാകുന്നു. കാരണം ഞാൻ പ്രോബ്ലം അല്ല. ഞാനിപ്പോൾ ഒരു കാര്യം അറിയുകയാണെങ്കിൽ അതെങ്ങനെ ഞാനാവും. ഇപ്പം ഞാൻ പ്രോബ്ലം അല്ല എന്നുള്ളൊരു മഹത്തായ തിരിച്ചറിവ് ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ പ്രോബ്ലം അല്ല എന്നറിയുമ്പോൾ തന്നെ ഒരു റിലീഫ് ഉണ്ടല്ലോ ഉണ്ടാവും. അത് അതിൽ സംഭവിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഡ്യുവാലിറ്റി ഈസ് ദെയർ. സബ്ജക്റ്റ് ഓബ്ജക്റ്റ് ഉണ്ടെത്തുന്ന കാലം ദ്വൈതമാണ്, അദ്വൈതമല്ല. അപ്പോൾ ആ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് ഡിവിഷൻ കൊളാപ്സ് ചെയ്യേണ്ടതുണ്ട്. കൊളാപ്സ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞാൽ തെറ്റിദ്ധാരിക്കും, ഉടനെ അതിനു വേണ്ടി ശ്രമിക്കും. അപ്പോൾ അത് പോകാതിരിക്കുക. അപ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ദാറ്റ് ഷുഡ് ഹാപ്പൻ ആസ് എ കോൺസിക്വൻസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിങ്.
കാരണം ഈ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് രണ്ടും രണ്ടല്ല, ബോധത്തിൻ്റെ തന്നെ രണ്ട് ഭാഗങ്ങളാണ്. ഈ ഓബ്ജക്റ്റും സബ്ജക്റ്റും തമ്മിൽ യാതൊരു ഡിസ്റ്റൻസും ഇല്ല. ഇപ്പോൾ ഒരു മൂവി സ്ക്രീനും മൂവിയും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ആ റിലേഷൻഷിപ്പ് തന്നെയാണ് ഈ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്ക്രീനാണ്, ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് മൂവിയാണ്. സോ ഇറ്റ് ഈസ് സീറോ ഡിസ്റ്റൻസ്. അപ്പോൾ അത് ആ തിരിച്ചറിവ് ഈ രണ്ടും ബോധത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് ഡിവിഷൻ കൊളാപ്സ് ചെയ്യുന്നത്, അദ്വൈതം സംഭവിക്കുന്നത്, ഒന്നസ് ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയും. ഈ ധ്യാനത്തിന് ഒരു അപ്ഡേഷൻ ഉണ്ട്. ധ്യാനം എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ യു ഡിഫൈൻ മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ എന്താണോ സുഷുപ്തിയിൽ അനുഭവിക്കുന്നത് അത് ഉണർന്നിരിക്കുമ്പോൾ അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പം അതാണ് സെൻട്രൽ ഐഡിയ ഓഫ് ആൾ മെഡിറ്റേഷൻസ്. ബട്ട് ദെർ ആർ വെരി ടെക്നിക്സ് ആൻഡ് സിസ്റ്റംസ് ഓഫ് മെഡിറ്റേഷൻ ദാറ്റ് വെരി ഫ്രം സ്കൂൾ ഓഫ് ഗുരു ടു ഗുരു. അത് സംഭവിക്കാറുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്ന ടെക്നിക്കുകളാണ്. അപ്പം നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് മെഡിറ്റേഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മളായിട്ടിരിക്കുന്നതാണ് ധ്യാനം. മെഡിറ്റേഷൻ ഈസ് നോട്ട് വാട്ട് യു ആർ ഡൂയിങ്, ഇറ്റ് ഈസ് വാട്ട് യു ആർ. നമ്മളായിട്ടിരിക്കുന്നതാണ് ധ്യാനം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും മെഡിറ്റേഷൻ ആവില്ല. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ ഓഫ് മെഡിറ്റേഷൻ. What you are doing is not meditation, you are meditation. ഇത്രയും സമയം ചെലവഴിച്ച് വളരെ സന്തോഷമുണ്ട്. നമസ്തേ.